അവസ്ഥ എന്തെന്ന് വിവരിക്കാനപ്പുറത്തേക്ക് വിവരണത്തിനപ്പുറത്തേക്കുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മേഖലയിൽ സൈന്യം എത്തിയിരിക്കുന്നു, സൈന്യത്തിന്റെ പരിശോധന ആരംഭിച്ചിരിക്കുന്നു. സൈന്യം സജീവമായ രീതിയിൽ തന്നെ ഇവിടെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താഴെ ഭാഗത്ത് നിന്ന്, അതായത് മുണ്ടക്കൈ ഭാഗത്ത് നിന്നാണ് ഈ പുഞ്ചിരിമട്ടത്തേക്ക് നടന്നത്. അവരുടെ ഈ വടി ഇപ്പോൾ നടക്കുകയാണ്. അവിടെ പുഞ്ചിരിമട്ടം നമ്മൾ നേരത്തെ പറയുന്നത് പോലെ അതിൻ്റെ ഈ ഉരുൾ വന്ന് നേരെ പതിച്ച സ്ഥലമാണ്, നേരെ പതിച്ച ഗ്രാമമാണ് പുഞ്ചിരിമട്ടം. അവിടെ താഴേക്കാണ് ഈ മുണ്ടക്കയുടെ മറ്റു മേഖലകളിലേക്ക് ഇറങ്ങിയത്. റിട്ടയർഡ് മേജർ ജനറൽ രമീന്ദ്രപാൽ നേരത്തെ വയനാട് തിരിച്ച ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അവിടെ അദ്ദേഹത്തിൻ്റെ പ്രധാന ദൗത്യം ഡ്രോൺ പരിശോധനയാണ്. ഈ ഡ്രോൺ പരിശോധന എന്ന് പറയുന്നത് തെർമൽ സ്കാനർ, മനുഷ്യ ശരീരം പുറപ്പെടുവിക്കുന്ന ഊഷ്മാവിൻ്റെ അളവനുസരിച്ച് കണ്ടുപിടിക്കുന്ന ഡ്രോൺ പരിശോധനയ്ക്ക് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഇനിയും ജീവൻ്റെ അംശം, ജീവൻ്റെ ബാക്കി തുടിപ്പ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താൻ ആ പരിശോധന ഏറ്റവും നിർണായകമാകും. എന്തായാലും അദ്ദേഹം അവിടുത്തെ അവലോകനം നടത്തിയതിനു ശേഷം എത്തിച്ചിട്ടുണ്ട്, സ്നിഫർ ഡോഗിനെ എത്തിച്ചിട്ടുണ്ട്. അത് സൈന്യത്തിന്റെ സ്നിഫർ ഡോഗാണിത്. ആ സ്നിഫർ ഡോഗിനെ എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരിശോധന നടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള മൃതദേഹങ്ങൾ ഉണ്ടോ എന്നറിയാൻ താഴെ മുണ്ടക്കയിൽ നിന്ന് മേലെ മുണ്ടക്കയിലേക്കും അവിടെ നിന്നും ഇപ്പോൾ ഇവർ എത്തിയ പ്രദേശത്താണ്. ഇവിടെ ധാരാളം വീടുകളുണ്ട്. ആ വീടുകളിൽ ഇപ്പോൾ സ്നിഫർ ഡോഗിനെ ഉപയോഗിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ ഉണ്ടോ എന്നറിയാൻ, മനുഷ്യ സാന്നിധ്യം ഉണ്ടോ എന്നറിയാൻ കൃത്യമായ രീതിയിൽ തന്നെ അറിയാൻ കഴിയുന്ന വിധത്തിലുള്ള അതിൽ വൈദഗ്ധ്യമുള്ള നായ്ക്കളെയാണ് ഉപയോഗിക്കുന്നതിന് വേണ്ടി. അതിനുവേണ്ടിയുള്ള ആ ദൗത്യമാണ് ഇപ്പോൾ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവർ താഴെ മുതൽ തിരഞ്ഞ് വന്നിരിക്കുകയാണ്. ഇവിടെ തൊട്ട് താഴെയായി 2-3 മൃതദേഹങ്ങളുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തൊട്ട് താഴെ നടന്നുകൊണ്ടിരിക്കുന്നത്. സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പരിശോധന നടക്കുന്നത്. ഇവിടെ പൊട്ടിച്ച്, അതായത് ഈ ബിൽഡിങ്ങിന്റെ മേൽക്കൂര വരെയും മണ്ണ് മൂടിയ സ്ഥലങ്ങളുണ്ട്. അതിന്റെ മുകൾ ഭാഗം കോൺക്രീറ്റ് തകർത്തുകൊണ്ട് അതിനകത്ത് കൃത്യമായ രീതിയിലുള്ള പരിശോധനകളും നടത്തുന്നുണ്ട്. ഇവിടെ ആകെ ചിതറിത്തെറിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മൊത്തത്തിൽ പൊട്ടി അടർന്നു പോയ അവസ്ഥ. അതിന്റെ തൊട്ട് തലേ ദിവസം ഇവിടേക്ക് നമ്മൾ എത്തുമ്പോഴുള്ള കാഴ്ച ഇങ്ങനെയായിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്ന പാലം കാണുന്നില്ല, വീടുകൾ കാണുന്നില്ല, ആരാധനാലയങ്ങൾ കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇവിടെ 100-ലധികം വീടുകളുള്ള പ്രദേശമായിരുന്നു ഇത്. ഇവിടെ ഒന്നും കാണുന്നില്ല. എന്തായാലും സൈന്യത്തിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കൃത്യമായി ഈ സ്നിഫർ ഡോഗിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള മൃതദേഹത്തിന്റെയോ അല്ലെങ്കിൽ മനുഷ്യരുടെയോ സാന്നിധ്യമുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ ഇതിന് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് ഈ സ്നിഫർ ഡോഗിന്റെ പ്രത്യേകത. ഇത്തരത്തിൽ 4ഓളം സ്നിഫർ ഡോഗുകളെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിന്റെ നേതൃത്വത്തിൽ അതിനെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പല ഭാഗത്തും, അതായത് ഈ കോൺക്രീറ്റ് അടർത്തി മാറ്റിയ ആ പ്രദേശത്ത് ഉൾപ്പെടെ ഇതിനകത്തെല്ലാം തന്നെ പരിശോധന തുടരുകയാണ്. സൈന്യമാണ് ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഇത്തരത്തിൽ സൈനികരുടെ വലിയ ഒരു സന്നാഹം തന്നെ ഇവിടെയുണ്ട്. ഈ പല ഭാഗങ്ങളിലും അവരും NDRF-ഉം മറ്റ് സന്നദ്ധ പ്രവർത്തകരും പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സജീവമായി ഇടപെടുന്നുണ്ട്. വനമേഖല കേന്ദ്രീകരിച്ച് വനംവകുപ്പിന്റെ തെരച്ചിലും സജീവമായി നടക്കുന്നുണ്ട്. ഇവിടെ ഈ പൊട്ടിയടർന്ന ഭാഗമാണിത്. അതായത് ഈ പ്രദേശം എന്ന് പറയുന്നത് പൊട്ടിച്ചെടുത്ത് പരിശോധന നടത്തിയ പ്രദേശമാണ്. ആ കോൺക്രീറ്റ്, ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് വീടിന്റെ മേൽക്കൂരയാണ്. ആ മേൽക്കൂര വരെയും മണ്ണ് മൂടിയിട്ടുണ്ട്. ആ മണ്ണ് മൂടിയ സ്ഥലത്ത് അവിടെ കോൺക്രീറ്റ് പൊട്ടിച്ച് നോക്കി അതിനുശേഷം ഈ സ്നിഫർ ഡോഗിനെ കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭൂപ്രദേശം ഒന്നാകെ പൊട്ടിച്ചിതറി തെറിച്ചു പോവുക ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇങ്ങനെ ഈ തരത്തിൽ ഉള്ള പരിശോധന തുടരുമ്പോഴും ഇവിടെ ചില അലോസരപ്പെടുത്തുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമുക്ക് ഇവിടേക്ക് വന്ന് നോക്കുമ്പോൾ ഇവിടെ കുറെ ID കാർഡുകൾ കാണുന്നുണ്ട്. ഇവരൊക്കെ എവിടെയാണ് എന്ന് പോലും അറിയില്ല. ഇവരൊക്കെ ഒരു ചിത്രവും ID കാർഡും ഒപ്പം ബാങ്ക് പാസ്ബുക്കും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ചില കാഴ്ചകൾ, അലോസരപ്പെടുത്തുന്ന കാഴ്ചകൾ. ഇത് ഹോസ്പിറ്റലിലെ ഒരു ID കാർഡാണ്. ഇങ്ങനത്തെ ചില കാഴ്ചകൾ കൂടി ഇവിടെ ചിതറിത്തെറിച്ച നിലയിൽ കാണാൻ കഴിയുന്നു. ഈ വീട്ടിലെ മാത്രമല്ല പാഠപുസ്തകങ്ങൾ ഇങ്ങനെ ഒരു ഭാഗത്ത് ചിതറി കിടക്കുന്നു. അവരുടെ ഈ പഠനോപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ചിതറിക്കിടക്കുന്നു. ഇങ്ങനെയുള്ള കാഴ്ചകൾ കൂടി ഇവിടെ നിദ ഫാത്തിമ എന്ന കുട്ടിയുടെ സാമൂഹ്യ പാഠ പുസ്തകമാണിത്. ഇത് ഒരുപക്ഷെ നിദ ഫാത്തിമയുടെ വീടായിരിക്കണം. ആ കുട്ടി എവിടെയാണ്? ചിലപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ ഉണ്ടാകും. ഇങ്ങനെ ഒരു മലയിടിച്ചിൽ ഉണ്ടാകുവാനുള്ള സാധ്യത, ഉരുൾപൊട്ടൽ സാധ്യത മുന്നിൽ കണ്ട് പലരും ഇവിടെ നിന്നും മാറി താമസിച്ച അനുഭവമുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഇവരൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിൽ ആയിരിക്കാമെന്ന് നമുക്ക് ആശ്വസിക്കാം, പ്രതീക്ഷിക്കാം. അങ്ങനെ ആയിരിക്കും. എന്തായാലും ഇങ്ങനത്തെ ചില അലോസരപ്പെടുത്തുന്ന കാഴ്ചകൾ കൂടി, പാഠപുസ്തകങ്ങൾ അടക്കമുള്ള ഇങ്ങനെ അലോസരപ്പെടുത്തുന്ന കാഴ്ചകൾ കൂടി ഇവിടെ കാണാൻ കഴിയുന്നു. മറുഭാഗം നോക്കുമ്പോൾ അവിടെ ഒരു ബുള്ളറ്റ്, ഇങ്ങനെ ഒരു ബൈക്ക്
ഘട്ടത്ത് മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ലെന്ന് സൈന്യം അറിയിക്കുകയാണ്. പുഴക്കരയിലും അവശിഷ്ടങ്ങൾക്കിടയിലും ഇതുവരെ ഇന്ന് മൃതദേഹങ്ങൾ കണ്ടെത്താനായിട്ടില്ല എന്നും പറയുകയാണ്. പക്ഷേ ഇപ്പോൾ മൃതദേഹം ആശ്മി ഷഫീദ് റാവുത്തർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഷഫീദ്, ഇപ്പോൾ കാണുന്ന ദൃശ്യം എന്താണ് ഷഫീദ്? ഒരു മൃതദേഹം കൂടി കണ്ടെത്തി അവിടെ നിന്ന് മാറ്റുന്ന ദൃശ്യമാണോ? ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അപ്പുറത്തെ കരയിൽ നിന്ന്, അതായത് മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റുന്ന ഒരു മൃതദേഹമാണ് ഇതെന്നുള്ളതാണ്. നേരത്തെ നമ്മൾ അല്പസമയം മുൻപ് പറഞ്ഞിരുന്നു, ചൂരൽമലയുടെ കുറച്ച് മുകളിൽ നിന്ന് ഒരു മൃതദേഹം കണ്ടെത്തിയിരുന്നു. അതാണ് ഇപ്പോൾ മാറ്റുന്നത്. അതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത്. ഏറെ സങ്കടകരമായ കാര്യം, അതിനപ്പുറത്തേക്ക് നമുക്ക് കണ്ട് സഹിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം. അതാണ് ഈ ഉരുൾപൊട്ടൽ മൂലമുണ്ടായ ഒരു കാഴ്ച എന്ന് പറയുന്നത്. കൂടുതൽ മൃതദേഹങ്ങളെയൊക്കെ കണ്ടെത്തി എന്നുള്ള ചില വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഏത് ഭാഗത്താണ്? കൂടുതൽ സ്ട്രക്ചറുകളുമായി ഇവിടെ നിന്ന് ചൂരൽമലയുടെ ഇങ്ങേക്കരയിൽ നിന്നും അങ്ങേക്കരയിലേക്ക് ആളുകൾ പോയിട്ടുണ്ട്. അവരൊക്കെ അവിടെ പോയത് ഒരു പക്ഷേ അത് നമുക്ക് അത് കൊണ്ടുവന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയതിന് ശേഷമായിരിക്കാം ഔദ്യോഗികമായ ഒരു കണക്ക് വരിക. പക്ഷേ സഹിക്കാൻ കഴിയാൻ നമുക്കൊരു പക്ഷേ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്തത്ര ദൃശ്യങ്ങൾ അത് ഈ വയനാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അത് നമുക്കിപ്പോൾ ഈ കൂടുതൽ തെരച്ചിലാണ്, ഇന്ന് രാവിലെ 8 മണി മുതൽ ആരംഭിച്ച കൂടുതൽ തെരച്ചിലാണ് അത്തരത്തിൽ ചില ഭാഗങ്ങളിലൊക്കെ കുടുങ്ങിക്കിടന്ന മൃതദേഹങ്ങൾ ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ആ ചൂരൽമലയുടെ മറുകരയുടെ മുകൾ ഭാഗത്ത് എന്നുള്ളതാണ് ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ പറഞ്ഞത്. ഫയർഫോഴ്സിൻ്റെ ഒരു ടീം, ഞാൻ അല്പസമയം മുൻപ് പറഞ്ഞിരുന്നു, ക്യാമറ ഒരു സർപ്ലസ് പരിശോധന എന്ന നിലയിൽ അവർ ഈ പല സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് തേയിലക്കാടുകൾ, ഇത് പൊട്ടി ഒഴുകിയുന്ന തേയിലക്കാടുകൾ, അതിനപ്പുറത്തെ മലയുടെ അടിവാരങ്ങൾ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പരിശോധനയ്ക്ക് പോയിട്ടുണ്ട്. ഈ ആമയിഴഞ്ചാൻ തോട്ടിലൊക്കെ രക്ഷാപ്രവർത്തനം നടത്തിയ സ്ക്യൂബ ടീമൊക്കെ ആ സംഘത്തിലുണ്ട്. അവരടക്കം ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നോക്കി താഴേക്ക് വരികയാണ്. അപ്പോഴാണ് ചിലയിടത്ത് അത്തരത്തിലുള്ള നമുക്ക് സങ്കടമുണ്ടാക്കുന്ന ചില കാഴ്ചകൾ അത് നടക്കുന്നത്. ഏതായാലും ആ തെരച്ചിൽ അങ്ങനെ ഫയർഫോഴ്സിൻ്റെയും സൈന്യത്തിൻ്റെയും തുടരും. നേരത്തെ സുർജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മുണ്ടക്കൈ ഭാഗത്തൊക്കെ ഇതിനോടകം തന്നെ സേനാ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ചൂരൽമലയുടെ ചുറ്റുപാടുമുള്ള ചില പ്രദേശങ്ങൾ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടും വീണ്ടും തെരച്ചിലും പരിശോധനയും ഒക്കെ നടക്കുകയാണ്. കാരണം ഈ പേടിച്ചോടിയവരൊക്കെ ഉണ്ട്. ഈ സംഭവം ഇങ്ങനെ പൊട്ടി വരുന്നത് കണ്ട് പേടിച്ചോടിയ മനുഷ്യരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ എവിടെയാണ് എന്നടക്കമുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അല്പസമയം മുൻപ് ഇവിടുത്തെ ഒരു കട നടത്തുന്നയാളാണ്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ബന്ധുവായ ആളുകളൊക്കെ ഇങ്ങനെ ഓടി പോകുന്ന വഴിയിൽ വീണ് ആ രീതിയിലുള്ള മരണമൊക്കെ സംഭവിച്ചു എന്ന് പറയുകയായിരുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ ദുരന്തമാണ്. ആ രീതിയിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീണ്ടും സ്ട്രക്ചറുകളുമായി സന്നദ്ധ പ്രവർത്തകർ മറുകരയിലേക്ക് പോവുകയാണ്. നമ്മളെ സംബന്ധിച്ച് നിരാശാജനകമായിട്ടുള്ള കാര്യം. കാരണം ജീവൻ്റെ ഒരു തുടിപ്പ് എവിടെയെങ്കിലും അവശേഷിക്കുമെങ്കിൽ അത് കണ്ടെത്താൻ കഴിയണേ എന്നുള്ള ആഗ്രഹം മാത്രമായിരുന്നു നമ്മളെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മറുത്ത ചില കാഴ്ചകൾ, അതല്ലാത്ത ചില കാഴ്ചകൾ, നിരാശയുണ്ടാക്കുന്ന കാഴ്ചകൾ അത് ഇവിടെ നിന്ന് വരുന്നുണ്ട്. ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈയിൽ നിന്നും ഒക്കെ വരുന്നുണ്ട്.